Hi guys, welcome to day 4 of my workout series. അപ്പോൾ എപ്പോഴത്തെ പോലെ രാവിലെ എണീച്ച് പ്രഭാത കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം കുടിച്ചിട്ട് നേരെ വാമപ്പ് ചെയ്യാൻ വേണ്ടി പോയി. വാമപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് തന്നെ ചെയ്തു. ഇന്ന് പ്ലാൻ ചെയ്യുന്നത് സ്പീഡ് റൺ ആണ്. സ്പീഡ് റൺ അഥവാ ഇന്റർവെൽസ് റൺ എങ്ങനെ വേണമെങ്കിലും പറയാട്ടോ. അപ്പം ഞാൻ ചെയ്തത് കഴിഞ്ഞ വീക്ക് ഞാൻ ചെയ്തത് 1 km into 3 sets ആണ് ചെയ്തത്. ഈ വീക്ക് ചെയ്യാൻ പോണത് 400 മീറ്ററിന്റെ 5 sets ആണ് ചെയ്യാൻ പോണത്. ആൾട്ടർനേറ്റീവ് വീക്സിലാണ് ചെയ്യല്. ഒരു വീക്ക് 400 മീറ്റർ ആണെങ്കിൽ ഒരു വീക്ക് 1K അങ്ങനെയാണ് ഞാൻ ചെയ്യല് കേട്ടോ. അപ്പം അങ്ങനെ വാമപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഷൂസും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം വേഗം തന്നെ ഗ്രൗണ്ടിലെത്തി. ഇന്ന് ഗ്രൗണ്ടിൽ ചളി അത്യാവശ്യം കുറവുണ്ട്, ഇന്നലത്തെ അത്ര ചളിയില്ല. അപ്പോൾ പിന്നെ നല്ല രീതിക്ക് തന്നെ ഓടാൻ പറ്റി. നല്ല രീതിക്ക് ഓടാൻ പറ്റി എന്ന് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ വീക്ക് 400 മീറ്റേഴ്സിന്റെ 3 sets ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ വീക്ക് ഞാനത് 5 sets ആണ് പ്ലാൻ ചെയ്തത്. അതുപോലെ തന്നെ എനിക്ക് 5 sets ഓടാൻ പറ്റി. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ലാസ്റ്റ് ടൈം ആകുമ്പോൾ എനിക്ക് കാലിന് ലെഗിനൊക്കെ കുറച്ച് പെയിനൊക്കെ വന്നു. കാരണം ഈ ഗ്രൗണ്ട് അങ്ങനെയാണ്, ഗ്രൗണ്ട് ഭയങ്കര ഹാർഡാണ്. അപ്പോൾ നമ്മൾ സ്ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് ലെഗിന് പെയിൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെ ഓടി തീർത്തു. അപ്പം അങ്ങനെ റണ്ണിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം തന്നെ വീട്ടിലോട്ട് വന്ന് സ്ട്രെച്ചിങ് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് ചെയ്തു. അത്യാവശ്യം നല്ല രീതിക്ക് സ്ട്രെച്ച് ചെയ്തു. കാരണം നല്ല മസിൽസ് ഒക്കെ നല്ല ടൈറ്റ് ആയിട്ടുണ്ട് നല്ലോണം ഓടിയത് കാരണം. ഓക്കെ, അപ്പോൾ സ്ട്രെച്ചിങ് കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം എപ്പോഴത്തേക്കും പോലെ ഒരു കുളി പാസ്സാക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നേരെ വർക്കിന് കയറി. അങ്ങനെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈവനിങ് സെക്ഷനകത്തുള്ള വർക്കൗട്ടിലോട്ട് കടന്നു. ഇന്ന് ഈവനിങ് സെക്ഷനകത്ത് പോളിമെട്രിക്സ് ആണ്. അപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വാമപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വാമപ്പ് കഴിഞ്ഞ് ഫസ്റ്റ് എക്സസൈസ് ഇതാണ് ചെയ്തത്. ആക്ച്വലി ഇത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 30 സെക്കൻഡ് ഈ ഒരു സംഭവം ചെയ്യും. 30 സെക്കൻഡ് നിർത്താണ്ട് മാക്സിമം എഫേർട്ടിൽ ഈ ഒരു സംഭവം ചെയ്യും. അങ്ങനെ 2 സെറ്റാണ് ഇത് ചെയ്തത് കേട്ടോ. ഇവിടെയുള്ള എല്ലാ എക്സസൈസുകളും ആകെ 4 എക്സസൈസാണ് ചെയ്തത്. ആ 4 എക്സസൈസും ഈ ഒരു രീതിക്ക് തന്നെ 30 സെക്കൻഡ് ചെയ്യും, 30 സെക്കൻഡ് റെസ്റ്റ്, അങ്ങനെ ഒരു 2 സെറ്റാണ് ചെയ്തത്. ഓക്കെ, അടുത്ത എക്സസൈസ് ഇതാണ് ചെയ്തത്. ഇത് അത്യാവശ്യം നല്ല എഫക്റ്റീവാണ്. നമ്മുടെ ലെഗിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത്തും അതുപോലെ തന്നെ അത്യാവശ്യം സ്പീഡും എൻഡുറൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടും ആണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ എക്സസൈസുകളൊക്കെ നമ്മൾ കാണുന്ന പോലെയൊന്നുമല്ല, നല്ല ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ചെയ്യുമ്പോൾ നല്ല രീതിക്ക് ടയർഡാവും. ഓക്കെ, നമ്മൾ മാക്സിമം എഫേർട്ടിലാണ് ഈ ഒരു സംഭവം ചെയ്യുക. 30 സെക്കൻഡ് ആണെങ്കിലും ആ 30 സെക്കൻഡ് മാക്സിമം എഫേർട്ടിലാണ് ചെയ്യുക. അപ്പോൾ 30 സെക്കൻഡ് ചെയ്യും, 30 സെക്കൻഡ് റെസ്റ്റ്. ഈ ഒരു റൊട്ടീനാണ് എല്ലാത്തിലും ഫോളോ അപ്പ് ചെയ്ത് കേട്ടോ. പിന്നെ അത്രയ്ക്ക് വേറെ വർക്കൗട്ടും കാര്യങ്ങളൊന്നുമില്ല. ഈ 4 എക്സസൈസുകളാണ് ചെയ്തത്. മാക്സിമം എഫേർട്ടിൽ ചെയ്തിട്ട് ലാസ്റ്റ് ആയിട്ട് ഡാൻസിങ് ലഞ്ചസും കൂടി ചെയ്തു. ഇതും 30 സെക്കൻഡ് തന്നെ ചെയ്ത് ഈ എക്സസൈസും കൂടി ചെയ്തതിന് ശേഷം ഇന്നത്തെ വർക്കൗട്ട് നിർത്തിയിട്ടു. അപ്പോൾ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം എപ്പോഴത്തെയും പോലെ സ്ട്രെച്ചിങ് റൊട്ടീൻ ഫോളോ അപ്പ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വർക്കൗട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ there is no shortcuts, no excuses. Stay disciplined and don't lose focus. See you tomorrow. Bye.